ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 16-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് വനം നിയമ ഭേദഗതി ഉപേക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാകണമെന്നും അതാണ് സർക്കാരിന്റെ നിലപാട് എന്നും ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന വനം നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾ സർക്കാർ ഉപേക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കേരളത്തിൽ 11,309 ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ്. ജനസാന്ദ്രതയാകട്ടെ 860 അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണിത്. ജനസാന്ദ്രത കണക്കിലെടുത്ത് വേണം വനം നിയമം നടപ്പാക്കാൻ. വന്യജീവി അക്രമങ്ങളിൽ നിന്ന് ജനത്തെ സംരക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രകൃതിയും സംരക്ഷിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 1961 കേരള വന നിയമത്തിന്റെ ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിച്ചത് 2013 മനഃപൂർവ്വം വനത്തിൽ കയറുക എന്ന ഉദ്ദേശത്തോടെ വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നവർ വനത്തിനുള്ളിൽ വാഹനം നിർത്തുക, വനത്തിൽ പ്രവേശിക്കുക എന്നിവയെല്ലാം വലിയ കുറ്റകരമാണ് ഈ നിയമ ഭേദഗതിയിലൂടെ വരുന്നത്. അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് രാജ്യത്ത് സാമ്പത്തിക തട്ടിപ്പുകൾ വളരെയധികം വർദ്ധിക്കുന്ന സമയമാണിത്. മൊബൈൽ ഫോണിലൂടെ വിളിച്ച് ആളുകളെ വെർച്വൽ അറസ്റ്റും അതല്ലെങ്കിൽ മറ്റു പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായ തട്ടിപ്പാണ് നടക്കുന്നത്. OTP, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആർക്കും പങ്കുവച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞാലും ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് പുതിയ സിം കാർഡ് നിയമം വരുന്നത്. അതായത് ബയോമെട്രിക് ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കണമെന്നാണ് PMO നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും ശ്രമിക്കുന്നവർ ഭൂമി സ്കെച്ചുകൾ ഓൺലൈനായി പരിശോധിച്ച് മഞ്ഞയും ചുവപ്പും നിറമുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കണം. ഗൗരവമായ പരാതികളുള്ള സ്കെച്ചുകളാണ് ഇവയെന്ന് സൂചിപ്പിക്കുന്നു. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ കരമടക്കാനും ഭൂമി കൈമാറ്റത്തിനും റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു വില്ലേജിൽ മാത്രമാണ് സർവേ പൂർത്തിയായത്. ഭൂമി വിൽക്കാൻ ഒരു വ്യക്തി അപേക്ഷിക്കുമ്പോൾ പരാതികളുള്ള രേഖയാണ് എങ്കിൽ സർവേ സ്കെച്ചിൽ മഞ്ഞ, പച്ച, ചുവപ്പ് നിറങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ എൻ്റെ ഭൂമി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ജില്ലാ, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക് കോഡ്, സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, ക്യാപ്ച കോഡ് എന്നിവ നൽകണം. അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് സ്മാർട്ട് മീറ്റർ കേരള മോഡലിന്റെ ടെൻഡർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 6 കമ്പനികളുടെ യോഗ്യതാ റിപ്പോർട്ട് തയ്യാറാക്കൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷമാണ് ഈ കമ്പനികൾ കോട്ട് ചെയ്ത തുക പരിശോധിക്കുക. കമ്പനിയെ തിരഞ്ഞെടുത്താലും മീറ്റർ സജ്ജീകരിക്കാൻ 1 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 2026 ഡിസംബറിനുള്ളിൽ ആദ്യഘട്ടമായി 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സജ്ജീകരിക്കാനാണ് KSEB അവകാശപ്പെടുന്നത്. എന്നാൽ 2026 മുഴുവൻ സ്മാർട്ട് മീറ്ററുകളും സജ്ജീകരിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. സ്മാർട്ട് മീറ്റർ വരുന്നതോടുകൂടി ആദ്യം തന്നെ പണം അടച്ചതിന് ശേഷം പിന്നീട് വൈദ്യുതി ഉപയോഗിക്കുന്ന രീതിയാണ് വരുന്നത്. കുടിശ്ശിക ഇപ്പോൾ ധാരാളം കിട്ടാനുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നത്. കൃത്യമായി വൈദ്യുതിയുടെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കാനും ക്രമപ്പെടുത്താനും സ്മാർട്ട് മീറ്ററുകൾക്ക് സാധിക്കും. 2026 കൂടിയിട്ട് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്ന സമയത്തും ഇതുവരെ കേരളത്തിൽ ഈ പദ്ധതി എങ്ങും എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.